ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഈ വീഡിയോയിൽ ന്യൂസിലൻഡിലേക്ക് നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങൾ ചിന്തിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടതെന്നാണ് ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ വന്നതും ഞാൻ നിലവിൽ ഇപ്പോൾ ഉള്ളതും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെയാണ്. ഞാൻ ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിലാണ് ഉള്ളത്. നിങ്ങൾ ആദ്യമേ ഇവിടെ വരുമ്പോൾ ഏത് ഐലൻഡാണ് ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു കാര്യത്തിലൊന്ന് ഡിസിഷൻ എടുക്കുക. നോർത്ത് ഉണ്ട്, സൗത്ത് ഐലൻഡ് ഉണ്ട്. നോർത്ത് ഐലൻഡിൽ വരുമ്പോൾ കുറച്ചും കൂടി ആൾക്കാരുടെ എണ്ണങ്ങൾ കൂടുതലാണ്, ആൾക്കാർ നിൽക്കുന്ന ഈ ഏരിയയും കൂടിയാണ് നോർത്ത് ഐലൻഡ്. സൗത്ത് ഐലൻഡിൽ കുറച്ചും കൂടി തണുപ്പ് കൂടുതലുള്ളതുകൊണ്ടാണ് ആൾക്കാർ പ്രിഫർ ചെയ്യാത്തത്. കുറെ ആൾക്കാർ ആ ഐലൻഡ് കുറച്ചും കൂടി വലുതാണ്, ബട്ട് അവിടെയാണ് കൂടുതൽ അട്രാക്ഷൻസും ഒരു നേച്ചർ ഭംഗിയൊക്കെ കൂടുതൽ കാണാൻ പറ്റുന്നുണ്ടാവുന്നത്. രണ്ടിടത്തും ഉണ്ട്, ബട്ട് കുറച്ചുകൂടി എല്ലാ ആൾക്കാരും പറഞ്ഞു കേട്ട അറിവാണ്. ഞാൻ കൂടുതൽ സൗത്ത് ഐലൻഡിലോട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഏത് ലൊക്കേഷൻ ആണോ ആ ലൊക്കേഷൻ്റെതായിട്ടുള്ള കുറെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇപ്പൊ നോർത്ത് ഐലൻഡിലാണെങ്കിൽ കുറെ ആൾക്കാർ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും യൂസ് ചെയ്യുന്ന നോക്കുന്നുണ്ടാവാം. ഓക്ലൻഡ് ഉണ്ട്, ഓക്ലൻഡിൽ AUT ഉണ്ട്. ഞാൻ വന്ന സമയത്തും AUTയിലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിലവിൽ പഠിക്കുന്നത് AUTയിലല്ല, AUTയിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരുടെ ഓഫർ ലെറ്ററും എല്ലാം എനിക്ക് കിട്ടിയതായിരുന്നു. അതിന്റെ പേയ്മെന്റും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതും നിലവിൽ എനിക്ക് മെയിൽ ID-യിലെല്ലാം വന്ന് കിടക്കുന്നുണ്ട്. അത് ഞാൻ എൻറോൾ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അതിന്റെ ആ ഒരു കാര്യം ഞാൻ മാറ്റിയിട്ട് നെക്സ്റ്റ് കോളേജ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത്. ബേസിക് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയ ആൾക്കാരാണെങ്കിൽ ഇത് മെയിൻലി ഞാൻ നോക്കിയത് ഫിനാൻഷ്യലി കുറച്ചും കൂടി നമ്മൾക്ക് അങ്ങോട്ട് പോവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് മതി. ബട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ കരിയർ വൈസ് നല്ലൊരു ഡ്രാസ്റ്റിക് ഗ്രോത്ത് വേണം. എന്നാൽ ഈ ഡ്രാസ്റ്റിക് ഗ്രോത്ത് ഉണ്ടാവേണ്ടത് നല്ലൊരു യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ഇതിലൊക്കെ പഠിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഇതിൽ പഠിക്കാം. ബട്ട് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും, ചിലതിൽ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവും. അങ്ങനെ രണ്ട് സൈഡും ഉണ്ട്. അപ്പം ഞാൻ നോർമലി എല്ലാ ആൾക്കാരും ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ പുറത്തു നിന്ന് സെറ്റിൽ ആവാനും PR കിട്ടാനും അങ്ങനെ ഇതിനൊക്കെ വേണ്ടിയാണ് ഇവിടെ എല്ലാ ആൾക്കാരും വരുന്നത്. ഞാനും അതേപോലത്തെ ഒരു ആദ്യം ചിന്തിച്ചിട്ടുണ്ടായില്ല, കാരണം ഞാൻ ചൂസ് ചെയ്ത കൺട്രി ഇതായിരുന്നില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ ഒരു കൺട്രിയിലൂടെ തന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചൂസ് ചെയ്ത 2-3 കോളേജസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് പെൻസ് ആയിരുന്നു. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. PIHMS എന്നാണ് അതിൽ ഒരുമിച്ച് കഴിയുന്നത്. പെൻസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് ന്യൂ പ്ലൈമൗണ്ട് ആണ്. പിന്നെ ഉള്ളത് AUT-യിലായിരുന്നു ഞാൻ കൊടുത്തത്. പിന്നെ വൈക്കാട്ടോ യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് ഹാമിൽട്ടണിലാണ് എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ. പിന്നെ ഉള്ളത് ടൗറങ്കയിലും അതേപോലെ തന്നെ റൊട്രുവയിലും ഉള്ള സെയിം ആയിട്ടുള്ള ഒരു കോളേജാണ്, ഒരു പോളിടെക്നിക് ആണ്, ടോയ് ഹോമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഞാൻ ടോയിലാണ് ഞാൻ പഠിക്കുന്നത്. 2 ബ്രാഞ്ചായിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ വിൻഡമീറും പിന്നെ എനിക്ക് തോന്നുന്നു മുക്കിയ ഡ്രൈവാണ്, മുക്കിയയിലാണ് ഞാനുള്ളത്. അപ്പം നമുക്ക് എടുക്കുന്ന ഈ കോഴ്സ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ക്യാമ്പസിലോട്ടാണ് പോകുന്നത് എന്ന് ഡിസൈഡ് ആവുന്നത്. ചിലത് ആ ക്യാമ്പസിലായിരിക്കും, മീൻസ് ടൗറങ്കയിലായിരിക്കും, അത് വേറൊരു സിറ്റിയാണ്. റൊട്രുവ വേറൊരു സിറ്റിയാണ്. റൊട്രുവയിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ആദ്യമേ ചൂസ് ചെയ്യുമ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള നിങ്ങൾ ഏത് സ്ഥലത്താണ് പോകേണ്ടത്, ഈ മീൻസ് സിറ്റി വൈസ് മെയിൻ സിറ്റിയിലോട്ട് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാവും, റഷ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലികൾ പെട്ടെന്ന് കിട്ടും. എല്ലാ ആൾക്കാരും പറയുന്നത് നിങ്ങൾ ഏത് സിറ്റിയിൽ നിന്നാണോ തന്നെ സിറ്റി വൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഒരു മിനി സിറ്റി വേർഷൻ വരും. എന്നാൽ കുറച്ച് നാട്ടിൻപുറത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ നേച്ചർ ആസ്വദിക്കാനുള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ചുള്ള സ്ഥലങ്ങളും അതനുസരിച്ചുള്ള കോഴ്സുകളും എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും നിങ്ങളുടെ ഒരു സമാധാനം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കാര്യമാണ് ആദ്യമേ ന്യൂസിലൻഡിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അത് നാട്ടിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് പറ്റിയ കുറച്ച് തെറ്റുകളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ പോയി പഠിക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യുക. വരുന്നതിന് മുന്നേ എന്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുക്കും പ്രോസസ്സിങ്ങിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ വർക്ക്സ് ഒക്കെ അവർ ഇമിഗ്രേഷൻ ചെക്ക് ചെയ്ത് വരുമ്പോൾ മിനിമം ഒരു 3 മന്ത്സോളം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം ഇന്റർവെല്ലിനുള്ളിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഡ്രൈവിങ്ങിനൊന്ന് കോഴ്സിനെങ്ങനെയും പോയിട്ടൊന്ന് ഓടിച്ചു നോക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്യുക. കാരണം ഇവിടെ വൺസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക.
മിക്കതിലും ആപ്ലിക്കന്റിന് ആവശ്യം വരുന്നത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കിൽസ് ഉണ്ടോ, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയോ. അപ്പൊ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം പേയ്മെന്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ന്യൂസിലാൻഡിൽ എപ്പോഴും ഏർണിങ്സ് വരുന്നത് വീക്കിലി ആണ്, മന്ത്ലി അല്ല. വീക്കിലി ആണ് നമ്മൾ റെന്റ് കൊടുക്കേണ്ടതും വീക്കിലി ആണ്. മീൻസ് സ്റ്റേ ചെയ്യുമ്പോൾ റെന്റിങ് ആണെങ്കിലും വീക്കിലി ആയിരിക്കും. അക്കോമഡേഷൻ ഒക്കെ നമുക്ക് വീക്കിലി ആണ് പേയ്മെന്റ് ഒക്കെ കയറുന്നത്, വേറെ കൺട്രികളെ പോലെ അല്ല. അപ്പോൾ ഓസ്ട്രേലിയയിലും ഇങ്ങനെ തന്നെയാണ്. ഈ ഇവിടെ ഈ ന്യൂസിലാൻഡിൽ വരുമ്പോൾ ഉള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏജൻസി ഏതാണ് എന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി നമ്മൾ നാട്ടിലുള്ള സമയത്ത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ്ലി അവരോട് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. എനിക്ക് പറയാനുള്ളത് അവര് എങ്ങനെ പറയുമോ എങ്ങനെ പറയില്ല എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മേ ബി ആരോട് പറയാതെ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും, പറയാതെ മീൻസ് പറയാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും, പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ബട്ട് സ്റ്റിൽ നിങ്ങളൊന്ന് എൻക്വയറി ചെയ്യണത് നല്ലതായിരിക്കും. അത് അവര് ഈ ഒരു കൈൻഡ് ഓഫ് സ്ഥലത്തൊക്കെ ആണ്, അല്ലെങ്കിൽ ഈവൻ ഓസ്ട്രേലിയയിലാണെങ്കിലും ഓസ്ട്രേലിയന്റെ കൈൻഡ് ഓഫ് ഇതൊക്കെ ഏകദേശം കുറച്ചൊക്കെ സിമിലർ ആണ്. ബട്ട് ക്ലൈമറ്റ് വൈസും കുറെയൊക്കെ ഡിഫറൻസും ഉണ്ട്, ഇതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട്. ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി കഴിയുമ്പോൾ ബേസിക്കലി നോർത്ത് ഐലൻഡിലാണെങ്കിൽ അത് ഓക്ലൻഡിലായിരിക്കും വന്ന് ഇറങ്ങുന്നുണ്ടാവുക. അപ്പം അവിടെ വന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ആരെങ്കിലും പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനുണ്ടാവും. അപ്പം അതൊക്കെ ഉള്ളതൊരു പോസിറ്റീവ് സൈഡ്. അപ്പം ആരെങ്കിലും കസിൻസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ എൻക്വയർ ചെയ്യാം. അങ്ങനെ എൻക്വയർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്ന ഫീൽഡ് ഏതാണ് അതൊക്കെ കുറച്ചും കൂടി നോക്കി വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ മെഡിക്കൽ ഫീൽഡൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ബട്ട് ഇപ്പോഴും മെഡിക്കൽ ഫീൽഡിൽ വന്നിട്ടുള്ള ആൾക്കാരും ഇവിടെ ഇപ്പോഴും ജോലി കിട്ടാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്, അതെനിക്ക് അറിയുന്ന ആൾക്കാരും ഉണ്ട്. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ നേരത്തെ എവിടെ വർക്ക് ചെയ്തു, അതിൻ്റെ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് PCC വെരിഫിക്കേഷൻ, നമ്മളുടെ മെഡിക്കൽ, ഇത് എല്ലാവരും ചോദിക്കും. നമ്മളുടെ പ്രയർ എക്സ്പീരിയൻസ്, നമ്മളുടെ റെഫറൻസ്. നാട്ടിൽ നമ്മൾ വെറുതെ റെഫറൻസ് അപ്പോൺ റിക്വസ്റ്റ് എന്നാണ് പറയുന്നത്, പക്ഷെ ഇവിടെ നമ്മൾ റെഫറൻസ് കൊടുക്കണം വിത്ത് നമ്പർ, ഡീറ്റെയിൽസ് എല്ലാവരും വിളിച്ച് ചോദിക്കുകയും ചെയ്യും. നിങ്ങൾ നാട്ടിൽ നിന്ന് എന്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് ഇവിടെ വരുന്നത് അതെല്ലാം അവർ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവിടെ കയറ്റി വിടത്തുള്ളൂ. അതിൽ ആരും ഡൗട്ട് ചെയ്യരുത്. കൊടുക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സും അരച്ച് കലക്കി അവർ പഠിച്ച് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വിളിക്കുകയുള്ളൂ. പിന്നെ ബേസ് ചെയ്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഏജൻസി നിർബന്ധിച്ചിട്ടാണെങ്കിൽ എന്ത് നിർബന്ധിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ കോഴ്സ് പഠിക്കാനുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് ടോട്ടലി നാട്ടിലത്തെ നിന്ന് ഇവിടെ നിന്നും ഭയങ്കര ഡിഫറൻസ് ആണ് പഠിക്കുന്ന രീതികളെല്ലാം. അപ്പം അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തതല്ല ഈ കോഴ്സ്. അതുകൊണ്ട് എനിക്കിപ്പം ഏർണിങ്സ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ, ഏർണിങ്സ് ഉണ്ടാക്കാണ്ട് എനിക്ക് ഇവിടെ ഫുൾ ടൈം എപ്പോഴും ക്ലാസ് ഉണ്ട്, അപ്പം എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഡിഗ്രിക്കാർക്ക് എപ്പോഴും ക്ലാസ് ഉണ്ടാവും. ഞാൻ ഡിഗ്രി അല്ല എടുത്തേക്കണേ, ഞാൻ മാസ്റ്റേഴ്സ് എടുക്കാനാണ് വന്നത്. സോ എനിക്ക് ഡെയിലി ക്ലാസ്സസ് ഒന്നുമില്ല, എനിക്ക് വീക്ക്ലി ആണ്. വീക്ക്ലി എനിക്ക് മേ ബി ഒരു ചിലപ്പോൾ 3 days ക്ലാസ് ആയിരിക്കും, ചിലപ്പോൾ 2 days ക്ലാസ് ആയിരിക്കും, ചില സമയത്ത് ഓൺലൈൻ ആയിരിക്കും സെഷൻ വരുന്നുണ്ടാവുക. അത് ഡിപ്പെൻഡബിൾ ആണ്. ചിലപ്പോൾ അസൈൻമെന്റ്സ് മാത്രം ഉണ്ടാവും, ചിലപ്പോൾ റിട്ടേൺ എക്സാംസും ഉണ്ടാവും. റിട്ടേൺസ് ഇപ്പോഴുണ്ട്. ഇവിടെ പ്ലെജറിസം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ, മീൻസ് അതിനൊരു ബേസ് വേണം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുക. കാരണം എൻ്റെ കൂടെ പഠിച്ച ഒരാൾ ഫീൽഡ് വേറെയാണ്, മീൻസ് സയൻസ് ഫീൽഡാണ് എടുത്തത്, കൊമേഴ്സ് ഫീൽഡാണ്, മാനേജ്മെന്റ് ഫീൽഡാണ്. അത് ഭയങ്കര അതിൻ്റെ ടെക്നിക്കൽ ടേംസ് മനസ്സിലാക്കുമ്പോൾ ചില സമയത്ത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും മാത്രം എടുത്താൽ മതി. അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ, നേരത്തത് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് കോഴ്സ് എടുക്കാനും സമ്മതിക്കുകയുള്ളൂ. ഓൾറെഡി നിങ്ങൾ എല്ലാം ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ PTO അല്ലെങ്കിൽ IELTS ഏതാണോ എടുക്കേണ്ടത് അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി എടുത്ത് വെക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് റിട്ടേൺ എക്സാം അത്ര കോൺഫിഡൻ്റ് ആണെങ്കിൽ എഴുതിയാൽ മതി. IELTS ആണെങ്കിലും ഓൺലൈൻ എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് ന്യൂസിലാൻഡ് വരണമെന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്ത കുറച്ചധികം കാര്യങ്ങളാണ്. ഫസ്റ്റ് ഒരു ഏജൻസി നല്ലത് കണ്ടുപിടിക്കുക, ഏറ്റവും കൂടുതൽ പിള്ളേർ പോകുന്ന ഏജൻസി ഏതാണെന്ന് നോക്കുക. അത് നമുക്ക് അതിന്റെ ലിസ്റ്റ് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ സമയത്ത് എനിക്ക് എവിടെ നിന്നോ ആരൊക്കെ തന്നായിരുന്നു ഏറ്റവും കൂടുതൽ ഏത് ഏജൻസിയിൽ നിന്നാണ് പിള്ളേർ പുറത്തേക്ക് വരുന്നത്. ന്യൂസിലാൻഡിലേക്ക് ഏറ്റവും കൂടുതൽ ഏത് ഏജൻസിയിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ അപ്രൂവൽ റേറ്റ് കൂടും. അതുപോലെ നിങ്ങൾ എടുത്ത കോഴ്സിന്റെ ഔട്ട്കമും നിങ്ങൾ നേരത്തെ പഠിച്ചതിന്റെ ഔട്ട്കമായിട്ട് എന്തെങ്കിലും ബന്ധം വേണം. നിങ്ങൾ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അത് ട്രൂ ഫാക്ട് അല്ല എന്നാണെങ്കിൽ അതിനും പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ മതി.
ബേസിക്കലി നിങ്ങളുടെ PTE IELTS നിങ്ങളുടെ ഡോക്യുമെന്റേഷൻസ് ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാതി മുക്കാലും എല്ലാം കഴിഞ്ഞു. പിന്നെ ലോൺ അങ്ങനത്തെ ഇതൊക്കെ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ കുറച്ച് പോകണം. ബട്ട് സ്റ്റിൽ ആ പേപ്പേഴ്സൊക്കെ പെട്ടെന്ന് നമ്മളുടെ കോഴ്സ് ഏതാണ്, നമ്മൾ ഏത് കോളേജാണ് ഡിസൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ഓഫർ ലെറ്ററിൽ എത്ര എമൗണ്ട് ഉണ്ട്, പിന്നെ നിങ്ങൾ എടുക്കുന്ന ഏത് ലോണാണോ അതനുസരിച്ച് നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. ബട്ട് നമ്മളുടെ പേപ്പർ വർക്ക്സ് ആണ് മെയിൻ ആയിട്ടുള്ള പ്രയർ ആയിട്ടുള്ള ഒരു കാര്യം. അത് കറക്റ്റ് ആണെങ്കിൽ എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. കാരണം ന്യൂസിലൻഡ് വരുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വിസയാണ് അടിച്ച് കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്ക് പെർട്ടിക്കുലർലി എടുക്കുക, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. അപ്പം നിങ്ങൾ പാർട്ട്നേഴ്സിൻ്റെ കാര്യമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് എങ്ങനത്തെ കോഴ്സസ് എടുത്ത് എത്ര റേറ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ അത് ചോദിച്ചാൽ മതി. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു.